ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിസിറ്റേഷൻ സഭയുടെ 100ാം വാർഷികത്തിൻ്റെ സകല ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. പരിശുദ്ധ അമ്മ ഈശോയെ വഹിച്ചുകൊണ്ട് എലിസബത്ത് പുണ്യവതിയെ സന്ദർശിച്ചതുപോലെ വിസിറ്റേഷൻ സഭ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിലേക്ക് സന്ദർശനം തുടങ്ങിയിട്ട് 100 വർഷങ്ങൾ തികയുന്നു. എനിക്കിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താണ് ഈ വിസിറ്റേഷൻ? വിസിറ്റഡ് എന്ന് പറയപ്പെടുന്ന വാക്ക് ഗോ ടു സീ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് എന്നാണ് വിസിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. പോയി കാണുക, കൂടെ സമയം ചിലവഴിക്കുക. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് യൂക്കറിസ്റ്റിക് വിസിറ്റ് എന്നൊക്കെ പറയാം. നമ്മൾ യൂക്കറിസ്റ്റിക് വിസിറ്റ് ഒക്കെ നടത്താറുണ്ട്, വികാരുണ്യ വിസിത്ത ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്യുക, എന്നിട്ട് കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വിസിറ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് ഇൻകാർനേഷൻ എന്ന് പറയപ്പെടുന്നത്. പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നത് ഓഷോ എന്ന ചിന്തകനെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ കബറിടത്തിൽ കൊത്തിവെച്ചിരിക്കുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: ഓഷോ നെവർ ബോൺ, നെവർ ഡൈഡ്, ഓൺലി വിസിറ്റഡ് ദ പ്ലാനറ്റ് എർത്ത് ബിറ്റ്വീൻ December 11, 1934 ആൻഡ് January 19, 1990. ഓഷോ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. ഈ പ്ലാനറ്റ് എർത്ത് ഒന്ന് വിസിറ്റ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ ഈ കാലഘട്ടത്തിനിടയ്ക്ക് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു കൺസെപ്റ്റ്, അത് ഈശോ നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. ഈശോ ഈ ഭൂമി സന്ദർശിച്ചു, നമ്മളും അങ്ങനെ തന്നെയാണ്. സ്വർഗീയ ഗേഹത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു തിരികെ അങ്ങോട്ട് പോകാനുള്ളവർ ഈ വിസിറ്റിംഗ് ഇങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ വിസിറ്റ് ചെയ്ത 4 സന്ദർഭങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, എലിസബത്തിനെ സന്ദർശിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം, സേവനം ചെയ്യാൻ വേണ്ടിയാണ്, ഫോർ സർവീസ്. രണ്ടാമത്തെ സന്ദർശനം ദേവാലയത്തിലേക്കാണ്. ഈശോയുമായിട്ട് പരിശുദ്ധമ നടത്തിയ രണ്ടാമത്തെ സന്ദർശനം ദേവാലയത്തിലേക്കാണ്, ഫോർ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ സന്ദർശനം കാനായിലേക്കാണ്. ഈശോയുമായിട്ട് പരിശുദ്ധമ നടത്തിയത് കാനായിൽ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയാണ്, ടു സോൾവ് ദ പ്രോബ്ലം. നാലാമത്തെ സന്ദർശനം കാൽവരിയിലേക്കാണ്, ടു സഫർ വിത്ത് ഹർ സൺ, ഒപ്പം സഹിക്കാൻ വേണ്ടി. വിസിറ്റേഷൻ സഭയിലെ സന്യാസികളായിട്ടുള്ള എല്ലാ സഹോദരിമാരും, എല്ലാ അമ്മമാരും സഹോദരിമാരും അവരുടെ ഈ സമർപ്പിത ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ സർവീസ് ചെയ്തതുപോലെ, ദേവാലയം സന്ദർശിച്ചപ്പോൾ ഒരു സാങ്ക്ടിഫിക്കേഷൻ നടത്തിയതുപോലെ, കാന സന്ദർശിച്ചപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകിയതുപോലെ, കാൽവരി സന്ദർശിച്ചപ്പോൾ ഒപ്പം സഫർ ചെയ്തതിനെക്കുറിച്ച്, സഹിച്ചതിനെ പോലെ ഈ 4S, ടു ഗീവ് സർവീസ്, ടു സാങ്ക്ടിഫൈ, ടു സോൾവ് ദ പ്രോബ്ലംസ് ആൻഡ് ടു സഫർ വിത്ത് എന്ന് പറയപ്പെടുന്ന 4 വഴിക്ക് ഈ വിസിറ്റേഷൻ ഏറ്റവും ഭംഗിയായി ഭൂമിയിൽ ഇനിയും 100 കണക്കിന് വർഷങ്ങൾ ഈ ശുശ്രൂഷ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു.